നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഹൃദയ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ചരിത്രവും കലയും സംസ്കാരവും ഇഴചേർന്ന പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലം. സംസ്ഥാന സർക്കാരും കിഫ്ബിയും സംയുക്തമായി ഈ തീരദേശ മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതിക്കായി നടപ്പിലാക്കി വരുന്ന സുപ്രധാന പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി എന്ന സംവിധാനം വഴി ഏറ്റവും വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തീകരിക്കപ്പെട്ടതും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതുമായ ഏതാണ്ട് 900 കോടി രൂപയ്ക്ക് മേലെ പണം മുടക്കിയുള്ള പദ്ധതികളാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലുചിറ പാലം, ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക്, അതുപോലെ തന്നെ ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുള്ള ജില്ലാ കോടതി പാലം, KSRTC മൊബിലിറ്റി ഹബ്ബ്, അമ്പലപ്പുഴയുടെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണം, സ്കൂൾ കെട്ടിടങ്ങൾ, മറ്റ് ആശുപത്രിയിലെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒരു നാടിൻ്റെ സമസ്ത ജീവിത മേഖലയിലെയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും കൃത്യമായി നടപ്പാക്കാനും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിയുകയാണ്. ഒരു കാലത്തോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത വികസന പുരോഗതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ശക്തമായി നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ നാട് സാധാരണ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശമാണ്. അങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന്, ആരോഗ്യരംഗത്തെ വികസനത്തിനെല്ലാം വലിയ തോതിലുള്ള പണം മുടക്കുവാൻ കിഫ്ബി പദ്ധതികൾ വഴി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അമ്പലപ്പുഴ പോലെ തീരദേശത്തിനും ഉൾനാടൻ ജലാശയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ മികച്ച ഗതാഗത സൗകര്യങ്ങളും തീരസംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഈ രണ്ട് മേഖലകളിലും വലിയ മുന്നേറ്റത്തിനാണ് കിഫ്ബിയുടെ സഹായത്തോടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് അമ്പലപ്പുഴ തിരുവല്ല റോഡിന്റെ നവീകരണമാണ്. കിഴക്കൻ മേഖലകളുമായുള്ള ബന്ധം സുഗമമാക്കുന്ന ഈ സുപ്രധാന പാതയുടെ നവീകരണത്തിനായി കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB 2 ഘട്ടങ്ങളിലായി വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ 69.5 കോടി രൂപ വകയിരുത്തിയതിൽ 67 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ റോഡിന്റെ സ്റ്റാൻഡേർഡൈസേഷനും മറ്റ് മെച്ചപ്പെടുത്തലുകളുമായി 77 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 56 കോടിയിലധികം രൂപയുടെ പണികളും പൂർത്തിയായിട്ടുണ്ട്. ഇത് ഈ റൂട്ടിലെ യാത്ര കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായി ആക്കി മാറ്റുന്നു. രണ്ടാം ഘട്ടത്തിൽ റോഡിന്റെ സ്റ്റാൻഡേർഡൈസേഷനും മറ്റും മെച്ചപ്പെടുത്തലുകളുമായി 77 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 56 കോടിയിലധികം രൂപയുടെ പണികളും പൂർത്തിയായിട്ടുണ്ട്. ഇത് ഈ റൂട്ടിലെ യാത്ര കൂടുതൽ സുരക്ഷിതവും വേഗതയുള്ളതുമാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിലും അമ്പലപ്പുഴയ്ക്ക് നിർണായക സ്ഥാനമാണുള്ളത്. SH ബൈപ്പാസ് ക്രോസിംഗ് മുതൽ സൗത്ത് ചെല്ലാനം വരെയുള്ള 33 കിലോമീറ്റർ ഭാഗത്തിനായി 91 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്നാം സ്ട്രെച്ചിന്റെ ഭാഗമായി അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗത്തിനായി 186 കോടിയിലധികം രൂപയുടെ മറ്റൊരു വലിയ പദ്ധതിക്കും KRFB അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവ കൂടാതെ വലിയഴീക്കൽ, ESI ജംഗ്ഷൻ, ചെല്ലാനം എന്നീ പാക്കേജുകളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ തീരദേശ പാത യാഥാർത്ഥ്യമാകുന്നതോടെ മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസത്തിനും വലിയ ഉണർവ് ലഭിക്കും. ജലഗതാഗതവും റോഡ് ഗതാഗതവും സുഗമമാക്കുന്ന പാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ നിർമ്മാണത്തിനായി KRFB 60 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 47 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി. കുട്ടനാടിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ സഹായിക്കുന്ന പള്ളാത്തുരുത്തി ഔട്ട്പോസ്റ്റിനെയും കൈനഗിരിയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിനായി
59.5 കോടി രൂപ അനുവദിച്ചതിൽ 8.9 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ വികസനത്തിനുള്ള പദ്ധതിയും പരിഗണനയിലാണ്. തീരദേശ മണ്ഡലം എന്ന നിലയിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന അമ്പലപ്പുഴയിൽ തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അമ്പലപ്പുഴയിൽ പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിനായി 71 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 64 കോടിയിലധികം രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ ഒറ്റമശ്ശേരി, പൊള്ളാത്തൈ, കാക്കാഴം, നെല്ലാനിക്കൽ തുടങ്ങിയ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ പുലിമുട്ട് ശൃംഖലകൾ നിർമ്മിക്കുന്നതിനായി 78 കോടിയിലധികം രൂപയുടെ മറ്റൊരു പദ്ധതിയും KIIDC നടപ്പിലാക്കുന്നു. ഇതിൻ്റെ 8 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു. ഈ പദ്ധതികൾ തീരദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ നിർണായകമാണ്. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന 72 കോടി രൂപയുടെ കടൽക്ഷോഭ ലഘൂകരണ പദ്ധതികളും ഈ മേഖലയ്ക്ക് ആശ്വാസമാകും. ആലപ്പുഴ നഗരം പുരാതനമായൊരു നഗരമാണ്. ആ നഗരത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആലപ്പുഴ ജില്ലാ കോടതി പാലം. കനാലുകളുടെയും മറ്റ് റോഡുകളുടെയും സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാതെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും മികച്ച നിലയിൽ താഴെയും മുകളിലും കൂടെ വാഹനം ഓടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഡിസൈനാണ് അതിൻ്റെ ഭാഗമായി തയ്യാറാക്കി അതിന് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഏറെ പഴക്കം ചെന്ന ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളുടെ ഒരു നടുവിലായിരുന്നു. ആ KSRTCക്ക് പുതിയ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പണം കിഫ്ബി വകയിരുത്തുകയും അതിൻ്റെ നടപടി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കേരളത്തിൽ അതിന് ഏറ്റവും നൂതനമായൊരു ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടാണ് നാലുചിറ പാലം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത്. ആരോഗ്യ സംരക്ഷണ രംഗത്ത് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രധാന ആശ്രയമായ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി 57 കോടി രൂപ അനുവദിച്ചതിൽ 53 കോടിയിലധികം രൂപയുടെ പണികളും പൂർത്തിയായി എന്നത് അഭിമാനകരമായ നേട്ടമാണ്. അതോടൊപ്പം ആശുപത്രിയിലേക്ക് ഏറ്റവും ആധുനികമായ മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി 16 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 10 കോടി രൂപയുടെയും സംഭരണം നടന്നു കഴിഞ്ഞു. ഈ സൗകര്യങ്ങൾ ജനറൽ ആശുപത്രിയുടെ സേവന നിലവാരം ഗണ്യമായി ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന 236 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനവും അമ്പലപ്പുഴ മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. KMSCL ആണ് ഈ സംസ്ഥാനതല പദ്ധതിയുടെ നിർവഹണ ഏജൻസി. വിദ്യാഭ്യാസ രംഗത്തും അമ്പലപ്പുഴ മണ്ഡലത്തിന് ശോഭനമായ ഭാവിയാണ് സർക്കാർ ഉറപ്പാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇവിടുത്തെ സർക്കാർ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്നത്. ആലപ്പുഴ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലയിൽ എത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ KILA, ആലപ്പുഴ ക്ലസ്റ്റർ 6, ആലപ്പുഴ ഇടുക്കി ക്ലസ്റ്റർ 8, ആലപ്പുഴ കോട്ടയം ഇടുക്കി ക്ലസ്റ്റർ, ആലപ്പുഴ കാസർഗോഡ് ക്ലസ്റ്റർ എന്നിങ്ങനെ വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഓരോ പദ്ധതിക്കും 12 കോടി രൂപ മുതൽ 17 കോടി രൂപ വരെയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന PPE മിഷന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലെയും ഓരോ സ്കൂൾ നവീകരിക്കുന്ന 25 കോടി രൂപയുടെ പദ്ധതിയുടെ 18 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയായി. ഇൻകൽ ലിമിറ്റഡും കൈറ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ആലപ്പുഴ ഫേസ് 3 ക്ലസ്റ്റർ 1 പദ്ധതിക്കായി അനുവദിച്ച 12 കോടി രൂപയുടെയും 6 കോടി വീതം പണികൾ പൂർത്തിയായി എന്നത് ശ്രദ്ധേയമാണ്.
ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മികച്ച ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. കൂടാതെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന 8.3 കോടി രൂപയുടെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് പ്രയോജനകരമാകും. ആലപ്പുഴ പട്ടണത്തിന്റെയും സമീപ പഞ്ചായത്തുകളുടെയും കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് കേരള വാട്ടർ അതോറിറ്റി അഥവാ KWA കിഫ്ബിയുടെ പിന്തുണയോടെ നടപ്പാക്കുന്നത്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും ആര്യനാട്, മണ്ണഞ്ചേരി, മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തുകളിലെയും ജലവിതരണ ശൃംഖലയുടെ നവീകരണവും ആധുനികവൽക്കരണവുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 299 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ വലിയ പദ്ധതിയുടെ 30 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. പദ്ധതിയുടെ നിർവഹണം പുരോഗമിക്കുകയാണ്. ഇതിന്റെ 2ാം ഘട്ട പാക്കേജും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമാകും. ആലപ്പുഴ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 211 കോടി രൂപ മുടക്കിയിട്ടാണ് കിഫ്ബി പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. ആ പദ്ധതിയിൽപ്പെടുത്തി പുതിയ ഓവർഹെഡ് ടാങ്കുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള വിതരണ ലൈനുകൾ അത് പുതിയത് സ്ഥാപിക്കാൻ ആവശ്യമായ പദ്ധതിയും ഇപ്പോൾ ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ സംഖ്യയാണ്. ആലപ്പുഴ നഗരത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 211 കോടി മുടക്കിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്കായി കിഫ്ബി വഴി സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാക്കിയിട്ടുള്ളത്. കായിക രംഗത്തും ടൂറിസം രംഗത്തും അമ്പലപ്പുഴയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട്. കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ പ്രീതികുളങ്ങര സ്കൂൾ സ്റ്റേഡിയം, ആലപ്പുഴ EMS സ്റ്റേഡിയം എന്നിവയുടെ നവീകരണത്തിനായി 15 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 4.9 കോടി രൂപയുടെ പണികൾ നടന്നു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ് സ്റ്റേഡിയം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ പരിഗണനയിലുണ്ട്. ആലപ്പുഴയുടെ തനത് പൈതൃകം സംരക്ഷിക്കാനും ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ 2ാം ഘട്ടം ഇൻകൽ ലിമിറ്റഡ് നടപ്പിലാക്കുന്നു. 15.8 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും അമ്പലപ്പുഴയിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭിക്കും. നമ്മളിപ്പോൾ കണ്ടതുപോലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം വികസനത്തിന്റെ ഒരു പുതിയ തീരത്തേക്ക് അടുക്കുകയാണ്. ഗതാഗത രംഗത്ത് നവീകരിക്കപ്പെടുന്ന റോഡുകളും പാലങ്ങളും തീരദേശ ഹൈവേയും, തീരസംരക്ഷണത്തിനായുള്ള പുലിമുട്ട് നിർമ്മാണവും, ആരോഗ്യരംഗത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന ജനറൽ ആശുപത്രിയും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും, കുടിവെള്ള വിതരണത്തിലെ വിപ്ലവകരമായ മാറ്റവും, കായിക, ടൂറിസം, മത്സ്യബന്ധന മേഖലകളിലെ പുതിയ ഉണർവും ചേരുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകൾ 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും അമ്പലപ്പുഴയുടെ ഭാവിയെ ശോഭനമാക്കുന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുന്നു. പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അമ്പലപ്പുഴയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് കരുത്തേകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇനി നമുക്ക് പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാർഷിക സമൃദ്ധിയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും നാടായ സഹ്യപർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ വികസനം എന്തൊക്കെയാണെന്ന് നോക്കാം. ആലത്തൂർ പോലെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ മികച്ച ഗതാഗത സൗകര്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാനും ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFBയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് കണ്ണാടി പന്നിക്കോട് റോഡിന്റെ 10 കിലോമീറ്റർ ദൂരത്തിലുള്ള നവീകരണം. 24 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ യാത്ര കൂടുതൽ സുഗമമാകും.
പാലക്കാട് ജില്ലയുടെ മലയോര മേഖലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ പദ്ധതിയുടെ നിർണായക ഭാഗങ്ങളും ആലത്തൂർ മണ്ഡലത്തിന് പ്രയോജനകരമാകും. കൊല്ലങ്കോട് മുതൽ വടക്കഞ്ചേരി വരെയുള്ള നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലങ്കോട് വടക്കഞ്ചേരി റോഡിന്റെ ഭാഗമായി നെന്മാറ ബൈപ്പാസ് എൻഡ് മുതൽ താങ്കം ജംഗ്ഷൻ വരെയുള്ള 15 കിലോമീറ്ററിലധികം ദൂരം നവീകരിക്കുന്നതിനായി 75 കോടിയിലധികം രൂപയുടെ വലിയൊരു പദ്ധതിക്കും KRFP അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ മലയോര പാതകൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ആലത്തൂരിന്റെ കിഴക്കൻ മേഖലകളിലെ ഗതാഗത സൗകര്യങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും. പാലങ്ങളുടെ നിർമ്മാണത്തിലും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ട്. പാലക്കാട് ജില്ലയിലെ ചുള്ളിമട പാലത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 11 കോടിയിലധികം രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ 10.7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ KRFP പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ ആലത്തൂർ പറക്കുന്നം പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിനായി 14.5 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ പാലങ്ങൾ യാത്രാദൂരം കുറയ്ക്കാനും ഗതാഗതം സുഗമമാക്കാനും സഹായിക്കും. 1 കോടിയുടെ പദ്ധതി കൂടി കിഫ്ബിയിലൂടെ അനുവദിക്കുകയുണ്ടായി. അതുപോലെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കണ്ണാടി പന്നിക്കോട് റോഡ് ഏതാണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരിക്കാൻ വേണ്ടി പോകുന്നത്. ആലത്തൂരിലെ പറക്കുന്നം പാലം അത് 15 കോടിയാണ് കിഫ്ബി പ്രഥമഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇത് കിഫ്ബിയുടെ നേരിട്ടുള്ള ഈ ഫണ്ടിങ് മാത്രമല്ല, കിഫ്ബിയുടെ ഫണ്ടിങ് ഇത്തരം മേഖലകളിൽ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ബജറ്റ് വിഹിതങ്ങൾ ചെലവഴിക്കേണ്ടത് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടി കിഫ്ബിയുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ മറ്റു പല പ്രൊജക്റ്റുകളും, ഉദാഹരണത്തിന് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലം എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ആലത്തൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. 9 കളിസ്ഥലങ്ങളാണ്, പൊതു കളിസ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 5 എണ്ണമാണ്, 4 എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമായത് കിഫ്ബിയുടെ ഫണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് മറ്റിതര ബജറ്റ് പിന്തുണ ഇതിന് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അക്വാട്ടിക് അക്കാഡമി ഈ ആലത്തൂരിലെ ആസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഇതിനെല്ലാം ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ കഴിഞ്ഞത് മറുവശത്ത് കിഫ്ബി ഗവൺമെൻറ്റിൻ്റെ മറ്റിതര പ്രവർത്തനങ്ങൾ, പശ്ചാത്തല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു എന്നതുകൊണ്ടാണ്. ആലത്തൂർ താലൂക്ക് ആശുപത്രിയുടെ എല്ലാ ദുരിതവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ 15 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കിഫ്ബിയുടെ പിന്തുണ കൊണ്ടുകൂടിയാണ്. അതുപോലെയാണ് ഈ കേരളത്തിൽ എല്ലായിടത്തും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലെല്ലാം ഉള്ളത്. ഇത് മറ്റ് സംസ്ഥാനത്തും മാതൃകയായി ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ചുവടുവയ്പ്പാണ്. ഇതിലേക്ക് കേരളത്തെ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിയാണ് എന്നതുകൊണ്ടാണ് ഇത്തരം കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഫണ്ടിങ് പ്രവർത്തനം കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ളത്. അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ നടപ്പാക്കപ്പെടാൻ പോകുന്നത് ഈ പാലക്കാടാണ്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും സമീപത്തായി കിടക്കുന്ന കണ്ണമ്പ്രയിലെ വ്യവസായ പാർക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏറെക്കാലം നമുക്ക് തുടരാൻ കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ കിഫ്ബി 25 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. ആ 25 വർഷത്തിനിടയിൽ കിഫ്ബിയുടെ യഥാർത്ഥത്തിലുള്ള ജനകീയ മുഖം നമുക്ക് കണ്ടു തുടങ്ങിയത് ഈ 8 വർഷക്കാലമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മുഖത്തോടുകൂടി ഈ പ്രൗഢിയോടുകൂടി കിഫ്ബി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്, അതിന് ശ്രമിക്കേണ്ടതുണ്ട്, അതിൻ്റെ പിന്തുണ ഈ സമൂഹം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിഫ്ബിയുടെ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ടുപോക്കും ഈ കേരളത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ടുപോക്കിനും അനിവാര്യമാണ് എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് എല്ലാ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കും. ഗതാഗത രംഗത്തെ മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.
ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളെ ആധുനിക സൗകര്യങ്ങളോടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പാക്കുന്നത്. പാലക്കാട് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ സുപ്രധാന മേഖലയിൽ എത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില, പാലക്കാട് ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 12 എന്നീ പദ്ധതികളിലൂടെ യഥാക്രമം 23 കോടി 16.6 കോടി രൂപ വീതമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ഇതിന്റെ ക്ലസ്റ്റർ 12ന്റെ പകുതിയിലധികം തുകയുടെ പണികളും പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ കില തന്നെ പാലക്കാട്, തൃശൂർ, കണ്ണൂർ ജില്ലകൾക്കായുള്ള ക്ലസ്റ്റർ പദ്ധതികളിലൂടെ 17.9 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവയുടെ എല്ലാം ഗുണഫലം ആലത്തൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ലഭിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന പാലക്കാട് ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതികൾക്കായി 20 കോടി രൂപ അനുവദിച്ചതിൽ 16.4 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി എന്നത് ഈ രംഗത്തെ വലിയ നേട്ടമാണ്. വരും വർഷങ്ങളിലും ഈ നവീകരണ പ്രവർത്തനങ്ങൾ തുടരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാലക്കാട് ക്ലസ്റ്റർ ഫേസ് 8 പോലുള്ള പുതിയ ഘട്ടങ്ങളും ഇൻകൽ ലിമിറ്റഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പാലക്കാട്, മലപ്പുറം, കാസർഗോഡ്, ഇടുക്കി ക്ലസ്റ്റർ പദ്ധതികളും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം ആലത്തൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യ സംരക്ഷണ രംഗത്തും ആലത്തൂർ മണ്ഡലത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നു. ഇവിടുത്തെ പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രമായ ആലത്തൂർ താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനമാണ് ഇതിൽ പ്രധാനം. പുതിയ ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി, ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 15 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിനകം 5.2 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി പണികൾ പുരോഗമിക്കുന്നു. ഇത് പൂർത്തിയാകുന്നതോടെ ആലത്തൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകും. വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രയോജനവും ആലത്തൂരിലെ ജനങ്ങൾക്ക് ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് 50 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനകം 36 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന 236 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനവും ആലത്തൂർ മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. KMSCL ആണ് ഈ സംസ്ഥാനതല പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി അഥവാ KWA കിഫ്ബിയുടെ പിന്തുണയോടെ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. നെന്മാറ, ആലത്തൂർ താലൂക്കുകളിലെ നെന്മാറ, അയിലൂർ, മേലാർക്കോട് പഞ്ചായത്തുകളിലെ നിലവിലുള്ള കുടിവെള്ള പദ്ധതിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള 2ാം ഘട്ട പദ്ധതി ഇതിൽ പ്രധാനപ്പെട്ടതാണ്. 24.5 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ 21 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇത് ഈ പഞ്ചായത്തുകളിലെ കുടിവെള്ള ലഭ്യത ഗണ്യമായി വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ ഏഴാംചേരി പല്ലശന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. 17.5 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയുടെ 14.3 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു വലിയ പദ്ധതിയാണ് വണ്ടാടി, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ 2ാം ഘട്ടം. 69.5 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ 38 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങളും പൂർത്തിയായി.
ഈ കുടിവെള്ള പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ ആലത്തൂർ മണ്ഡലത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. ഇനി മറ്റു ചില പ്രധാന വികസന മേഖലകൾ കൂടി നോക്കാം. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരു ക്രാഫ്റ്റ് വില്ലേജ് സ്ഥാപിക്കുന്നതിനുള്ള 17.7 കോടി രൂപയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്ക് വലിയ പ്രോത്സാഹനമാകും. കൂടാതെ ടൂറിസം സാധ്യതകളും വർദ്ധിപ്പിക്കും. ഭരണപരമായ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വിവിധ ജില്ലകളിലായി സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്ന ക്ലസ്റ്റർ 4 പദ്ധതിയുടെ ഭാഗമായി മുണ്ടൂരിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ക്ലസ്റ്റർ പദ്ധതിക്കായി ആകെ 17 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 11 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും ആലത്തൂരിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭിക്കും. നമ്മളിപ്പോൾ കണ്ടതുപോലെ ആലത്തൂർ നിയോജക മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്. ഗതാഗത രംഗത്ത് നവീകരിക്കപ്പെടുന്ന റോഡുകളും പാലങ്ങളും മലയോര ഹൈവേയും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും, ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ നവീകരിക്കുന്ന താലൂക്ക് ആശുപത്രിയും, കുടിവെള്ള വിതരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളും, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ക്രാഫ്റ്റ് വില്ലേജ് പോലുള്ള നൂതന പദ്ധതികളും ചേരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വളർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകളും 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും ആലത്തൂരിൻ്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കുമെന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കർഷകർക്കും സാധാരണക്കാർക്കും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നൽകുമെന്നും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും നാടിനെ പുരോഗതിയുടെ പുതിയ പാതയിലേക്ക് നയിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.